നവമസ്കന്ധത്തിലെ സൂര്യവംശരാജോൽപ്പത്തിയാണ് ഇന്നത്തെ നമ്മുടെ വായന. അംബരീഷ രാജാവിന് 3 പുത്രന്മാരുണ്ടായിരുന്നു. വിരൂപൻ, കേതുമൻ, ശംഭു എന്നിങ്ങനെ. അതിൽ വിരൂപന്റെ പുത്രനായി പൃഷദാസനും അവന്റെ പുത്രനായി രതീധരനും ജനിച്ചു. സന്തതിയില്ലാതിരുന്ന രതീധര ഭാര്യയിൽ അംഗിരസ് മുനിയാണ് പുത്രോത്പാദനം നടത്തിയത്. അതിനാൽ ഈ പുത്രന്മാർ ഒരേ സമയം ബ്രാഹ്മണരും ക്ഷത്രിയരുമായി അറിയപ്പെട്ട ശ്രേഷ്ഠന്മാരായി തീർന്നു. പിന്നീട് വൈവസ്വത മനുവിന്റെ പുത്രനായ ഇക്ഷാകുവിന് 100 പുത്രന്മാരുണ്ടാവുകയും അവരിൽ പ്രധാനികളുടെ പേര് നിമി, ദണ്ഡൻ, വികുക്ഷി എന്നാകുന്നു. ഒരിക്കൽ ദേവാസുര യുദ്ധസമയത്ത് ദേവകൾ തോക്കു എന്ന അവസ്ഥയിൽ ദേവന്മാർ ദണ്ഡനോട് അറിയിക്കുകയും ദണ്ഡനോടേറ്റ് അസുരകൾ പാതാളത്തിൽ പോയി ഒളിക്കുകയും ദേവന്മാർക്ക് ദേവലോകം സർവാധീനത്തിൽ കിട്ടുകയും ചെയ്യുന്നു. പിന്നീട് യുവനാശൻ എന്ന രാജാവിന് സന്തതിയില്ലാഞ്ഞ ദുഃഖത്താൽ 100 ഭാര്യമാരോടും ഒപ്പം വനത്തിൽ തപസ് ചെയ്യുന്ന നാൾ ഋഷിമാർക്ക് അദ്ദേഹത്തോട് ദയ തോന്നുകയും അവർ ഇന്ദ്രസങ്കല്പത്തോടു കൂടിയ ഒരു മഹായാഗം നടത്തുകയും ചെയ്യുന്നു. യാഗം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഭയങ്കര ദാഹം ഉണ്ടാകുകയും ഈ രാജാവ് യാഗശാലയ്ക്കുള്ളിൽ പോയി കലശത്തിൽ ഇരിക്കുന്നത് മന്ത്രജലമാണെന്നറിയാതെ എടുത്ത് കുടിക്കുകയും ചെയ്യുന്നു. അതുമൂലം അദ്ദേഹത്തിന് ഗർഭം ഉണ്ടാവുകയും വയറിൻ്റെ വലതുഭാഗം പിളർന്ന് രാജകലകളോട് കൂടിയ ഒരു പുത്രൻ ഉണ്ടാവുകയും ചെയ്യുന്നു. യാഗത്തിൽ പ്രസന്നനായ ഇന്ദ്രൻ പ്രത്യക്ഷനാവുകയും കരഞ്ഞുകൊണ്ടിരുന്ന കുഞ്ഞിനോട് മാന്ധാതാവ് എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ആ കുഞ്ഞിന് മാന്ധാതാവ് എന്ന് പേര് വരികയും ചെയ്തു. ഇദ്ദേഹം വളർന്ന് രാജ്യം ഭരിക്കുകയും വിവാഹം കഴിക്കുകയും 3 ആൺമക്കളും 50 പെൺകുട്ടികളും ഉണ്ടാകുന്നു. സൗഹരി എന്ന മഹർഷി 50 പെൺകുട്ടികളെയും വിവാഹം കഴിക്കുകയും ചെയ്യുന്നു. പിന്നീട് പറയുന്നത് ത്രിശങ്കുവിൻ്റെ മകനായ ഹരിചന്ദ്രൻ ഒരു പുത്രൻ ഉണ്ടാവാനായി യാഗം ചെയ്യുന്നു. പുത്രനുണ്ടായാൽ ആ പുത്രനെ കൊണ്ട് മഹായാഗം ചെയ്ത് വരുണദേവനെ പ്രസാദിപ്പിക്കാം എന്ന് പറയുകയും വരുണദേവൻ ഹരിചന്ദ്രന് രോഹിതാശൻ എന്ന പുത്രനെ നൽകുകയും ചെയ്യുന്നു. പുത്രനുണ്ടായി കഴിഞ്ഞ് പല സമയവും വരുണദേവൻ ഹരിചന്ദ്രനോട് എന്നാണ് പറഞ്ഞ യാഗം നടത്തുന്നത് എന്ന് അന്വേഷിക്കുമ്പോൾ ഓരോ കാരണങ്ങൾ പറഞ്ഞ് വർഷങ്ങൾ നീട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുന്നു. തൻ്റെ പിതാവും വരുണദേവനുമായുള്ള കരാർ മനസ്സിലാക്കിയ പുത്രൻ ജീവരക്ഷാർത്ഥം കാട്ടിലേക്ക് പോയി. വാക്കു പാലിക്കാത്തതിനാൽ വരുണകോപത്താൽ ഹരിചന്ദ്രൻ മഹോദര പീഡിതനാകുന്നു. ഇതറിഞ്ഞ മകൻ അജീകർത്തൻ എന്ന ബ്രാഹ്മണനിൽ നിന്നും അദ്ദേഹത്തിൻ്റെ മധ്യമപുത്രനായ ശുനശേഫനെ വിലയ്ക്ക് വാങ്ങി യാഗപശുവായി അച്ഛൻ്റെ മുന്നിലെത്തിക്കുകയും അങ്ങനെ ഹരിചന്ദ്രൻ വരുണദേവനെ പ്രസാദിപ്പിക്കുകയും അദ്ദേഹത്തിൻ്റെ രോഗം മാറിക്കിട്ടുകയും ചെയ്യുന്നു. പിന്നീട് എടുത്തു പറയുന്ന കഥ സഗര മഹീപതിയുടേതാണ്. അദ്ദേഹം 2 ഭാര്യമാരെ വിവാഹം കഴിക്കുന്നു. അതിൽ പുത്രരും ഉണ്ടാകുന്നു. ഒരു ദിവസം അദ്ദേഹം അശ്വമേധ യാഗം നടത്താനൊരുങ്ങുന്നു. ബലിമൃഗമായ അശ്വത്തെ ദേവേന്ദ്രൻ അപഹരിക്കുകയും തപസ്സിരിക്കുന്ന കപിലമുനിയുടെ ആശ്രമത്തിനടുത്ത് അശ്വത്തെ കെട്ടി തിരിച്ചു പോരുകയും ചെയ്യുന്നു. സഗരമഹീപതിയുടെ മക്കൾ 60,000 ഈ കുതിരയെ തിരഞ്ഞു പോവുകയും കപിലാശ്രമത്തിൽ കുതിരയെ കണ്ട് അദ്ദേഹമാണ് ഇത് ചെയ്തത് എന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്യുന്നു. അദ്ദേഹത്തെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ധ്യാനത്തിൽ നിന്നുണർന്ന കപിലമുനിയുടെ കോപാഗ്നിയിൽ സഗരമഹീപതിയുടെ 60,000 പുത്രന്മാരും ഭസ്മമായി പോകുന്നു. ഇതറിഞ്ഞ സഗരമഹീപതി ദുഃഖത്തിലാകുന്നു. പിന്നീട് മകൻ്റെ മകനായ അംശുമാൻ കുതിരയെ തിരഞ്ഞ് പോവുകയും മുനിയോട് മാപ്പപേക്ഷിച്ച് കുതിരയെ തിരികെ കൊണ്ടുപോയി യാഗം നടത്തുകയും ചെയ്യുന്നു. വസിഷ്ഠ ശാപത്താൽ രാക്ഷസനായി തീർന്ന സൗദാസൻ വിശന്നു വലഞ്ഞ് സഞ്ചരിക്കുന്ന സമയം കാട്ടിൽ സന്താനോൽപാദനത്തിനായി ശ്രമിക്കുന്ന ബ്രാഹ്മണ ദമ്പതികളെ കാണുകയും അതിൽ ഭർത്താവിനെ പിടിച്ച് തിന്നാനും ഒരുങ്ങുന്നു. അപ്പോൾ പതിവ്രതയായി അവർ പറഞ്ഞു, ഒരു കുഞ്ഞിനെ ആഗ്രഹിക്കുന്ന എനിക്ക് എൻ്റെ ഭർത്താവിനെ തരണമെന്ന് എന്തൊക്കെ പറഞ്ഞ് അപേക്ഷിച്ചിട്ടും കേൾക്കാതെ സൗദാസൻ ആ വിപ്രനെ തിന്നുകയും ഗോപാൽ പത്നി നീയും ഒരു സന്തതിക്കായി ആഗ്രഹിക്കുമ്പോൾ നിനക്കും മരണം അകപ്പെടട്ടെ എന്ന് ശപിച്ച് അഗ്നിയിൽ ചാടി ആ വിപ്രനാരി മരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ വിപ്രനാരി ശാപത്തിനാൽ മക്കളുണ്ടാവാൻ ആഗ്രഹിക്കാൻ പറ്റാത്ത സൗദാസന് ഭാര്യയിൽ അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടു കൂടി വസിഷ്ഠൻ പുത്രോത്പാദനം നടത്തുന്നു. ആ മകനാണ് അശ്മകൻ. അദ്ദേഹത്തിൻ്റെ മകനാണ് മൂലകൻ. പരശുരാമൻ്റെ ക്ഷത്രിയ സംഹാരത്തിൽ സ്ത്രീകൾ ചുറ്റുമിരുന്ന് രക്ഷിച്ചതിനാൽ നാരീ കവചൻ എന്നും അറിയപ്പെടുന്നു. ഇദ്ദേഹത്തിൻ്റെ വംശപരമ്പര പറഞ്ഞു തീരുന്നത് വരെയാണ് ഇന്നത്തെ വായന. ഓം ഗം ഗണപതേ നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ചൊല്ലാം വിരൂപനും കേതുമാൻ ശംഭുവും ചൊല്ലേറും അംബർഷനന്ദനന്മാരവർ മൂവരതിൽ പൃഷദാശൻ വിരൂപജനാകും അവനോ രതീധരൻ നന്ദനൻ. അങ്ങനെയുള്ള രതീധര ഭാര്യയിൽ അങ്കിരോത്ഭൂതനായുള്ള തനയന്മാർ പൊങ്ങുമ്പുകൾ തങ്കം വിപ്രരാമാറുടൻ അങ്ങനെ നാഭാഗവംശമാകുന്നിതേ. ഇക്ഷാകുവ മനുപുത്രരിൽ മുമ്പതിലിക്ഷിതിയെങ്കേലയോധ്യാധിപൻ നൃപൻ
തസുതന്മാരതിൽ 100 പേരുള്ളതിൽ ഉത്തമേനായ വികുക്ഷിതാനഗ്രജൻ. പിന്നെ നിമിയും അവനനുജാതനായുന്നതനായൊരു ദണ്ഡനുങ്ങിങ്ങനെ 3 ചമഞ്ഞാരതിൽ പൂർവജനായ വികുക്ഷിവാണാഞ്ചിരം. അക്കാലമങ്ങ് ദേവാസുരായോധിനിയും മിക്കതും ദേവകൾ തോറ്റുപോയാർതുലോം. അന്നതോ ദേവകളങ്ങറിയിച്ചുടൻ ദണ്ഡനെ കൂടവേ കൊണ്ടുപോയിടിനാർ. ദണ്ഡനോടേറ്റ മരിച്ചാരസുരകൾ ദണ്ഡനശേഷം അധോലോകവും ബുക്കാർ. അന്നസുരന്മാരെ വിന്നു സുരാലയം നന്നായി അധീനമാക്കി കൊടുത്താഞ്ചിരം. പിന്നെ നിമിതാൻ വസിഷ്ഠ ശാപത്തിനാൽ തന്നുടെ ദേഹം ഉപേക്ഷിച്ചിരുന്ന നാൾ സർവശരീരികൾ നേത്രങ്ങൾ തോറുമങ്ങുർവരാധീശൻ വസിച്ചുകൊണ്ടാനല്ലോ. പിന്നെ വികുക്ഷിതനയൻ ശശാതനാകുന്നതവനുടെ പുത്രൻ പുരഞ്ജയൻ. പിന്നെ അവനു കകുസ്തനെന്നും ചൊല്ലും മന്നവൻ തന്നുടെ പുത്രനനേനസം. പുത്രനവനോ മൃദുലശനാമവൻ. പുത്രനാഭിധേനാകും റസേനജിൽ പുത്രനവനു യുവനാശൻ എന്നവൻ. അന്നു യുവനാശനാഹന്ത കേവലം നന്ദനന്മാരുളവാകായകയാലവൻ തന്നുടെ ഭാര്യമാരൊന്നിച്ചം കാനനൻ തന്നിലാം മാറോ തപസ്സു ചെയ്യുന്ന നാൾ സന്തതി അങ്ങവേനുണ്ടാവതിനുടൻ നന്ദരമിന്നി അങ്ങൈന്ദ്രമായിഷ്ടയും സന്തോഷം ഉൾക്കൊണ്ടു ചെയ്തു ഋഷികുലം. അന്തരാദാഹം ഉൾക്കൊണ്ടു ഭൂപാലനും ചെന്നു ജപശുദ്ധമാങ്കുതകത്തെയും അന്യൂനവേകാലെടുത്തു നുകർന്നുടൻ. അന്നവൻ തന്നുദരസ്ഥലേ ഗർഭവും നിന്നുളനായിതു മന്നവേനും തഥാം ദക്ഷിണപാർശ്വം അമ്പോടു ഭേദിച്ചുടൻ ദക്ഷനായി വന്നു ജനിച്ചവൻ തന്നുടെ ലക്ഷണം കാൺക കൊണ്ടെന്ന് ഋഷിവർഗവും മാന്താതാവിന്നുടങ്ങിട്ടിതു നാമവും. മാന്താതൃനന്ദനേരായി പുരുകുൽസനും ശാന്തനാം അംബർഷൻ താൻ മുജുകുന്ദനും മൂവർത്തനേയരും 50 പേരതാ കേവലം കന്യകമാരുമുണ്ടായി വന്നു. എന്നതിൽ കന്യകമാരവർ സൗഭരീതന്നുടെ ഭാര്യമാരായതവരല്ലോ. മന്നവേനായി ചമഞ്ഞം പുരുകുൽസനും മന്നവേനായി വാണാൻ അംബരീഷൻ താനും. ദേവാസുര യുദ്ധത്തിങ്കേലമേറകൾ ദേവാരികയിലോടു തോറ്റു ചമകയാൽ ദേവകൾക്കായി മുജുകുന്ദനും ചെന്നുടൻ കേവലം ദാനവന്മാരെ ജയിക്കയാൽ. ദേവകുലാനുഗ്രഹീണ നരവരൻ ദേവകി പുത്രനെ കാൺമോളവും മുതാ നിദ്രയെ പൂണ്ടു കിടന്നാൻ അനുദിനം. എത്രയും ഉത്തമേനാം മുജുകുന്ദനും ഗന്ധർവ സംഘം ജയിച്ച് അഹീന്ദ്രാദിഭൂവന്തരമില്ലാതെ ചെയ്തോരനുഗ്രഹം കൈക്കൊണ്ടു സംപ്രീതനായി പുരുകുൽസനും തൽപുത്രനായ ത്രിസദസ്യുനാമക പൃഥ്വിപതിയും ജനിച്ചാനവനല്ലോ. ഉണ്ടാക്കിയോനാരണ്യ നൃപേനയങ്ങണ്ടർകോൻ തുല്യനായുള്ളവൻ തന്നുടെ പുത്രൻ ഹരിയശനായവൻ തന്നുടെ പുത്രൻ വസുമനസാമവനീശ്വരൻ. തസുതനം സുതന്നാമഹിപാലകൻ തസുതൻ ത്രയ്യാരുണ നൃപനായതും ത്രയ്യാരുണാത്മജൻ സത്യവ്രത നൃപവര്യൻ ത്രശങ്കുനാമാവായി ചമഞ്ഞതും. സത്യവ്രത നൃപൻ തദ്ഗുരു ശാപത്താൽ അത്യന്തമഹന്ത ചണ്ഡാലനായവൻ വിശ്വാമിത്ര മുനി തന്നെ ഭജിക്കയാൽ വിശ്വസിച്ച മുനി താൻ അനുകൂലനായി
സദ്യോ യജിപ്പിച്ചു കൗശികാനുഗ്രഹാമധ്യേ ഗുരുശാപവും തീർന്നു തൽക്ഷണം തച്ഛരീരേണാദിവിമരുവീടിനം. അത്രിശങ്കുസുതനായ ഹരിചന്ദ്രൻ അന്നവൻ ചെയ്ത യാഗാദി കർമ്മങ്ങളിന്നെങ്ങനെ ഞാൻ പറയുന്നു വിചിന്തയേം. ധർമ്മേണ യാഗവും ചെയ്ത് രാജ്യത്തെയും നിർമ്മലകീർത്തിയാ ഭരിച്ചിരിക്കുന്ന നാൾ പുത്രനുണ്ടാകിലിങ്ങ് ഇന്നിവനെ കൊണ്ടു സത്രമാഹന്ത ചെയ്യിപ്പിപ്പനെന്നവൻ ഭക്ത്യാ വരുണനെ പ്രാർത്ഥിച്ചിരിക്കവേം. പുത്രനുമുണ്ടാച്ച മഞ്ഞിതു കേവലം രോഗിദാസനെന്നഭിധാനവും ചൊന്നാൻ. ആഹന്ത യൗവനം പൂർണ്ണമായി വന്നുടൻ അന്നു യജിപ്പിക്കയെന്നു തുടങ്ങിയ മന്നവൻ മുമ്പിൽ നിന്നിന്ദ്രവദനത്താൽ പൊയ്ക്കളഞ്ഞങ്ങ് മഹോദരെ പീഡിതനായിക്കൊണ്ട് അജീകർത്താൽ മധ്യമപുത്രനെ കൊണ്ട് വിലയും കൊടുത്തു ശുനശേപം കൊണ്ടുവന്നച്ഛനു നൽകിനാൻ രോഹിതൻ. ഏവം പുരുഷമീതായ വർത്തിപ്പവൻ രോഹിതേനല്ലോ ഹരിചന്ദ്രനന്ദനൻ. രോഹിതപുത്രൻ ഹരിതൻ അവൻ മകൻ കേവലൻ ചുഞ്ചു വിജയൻ അവൻ മകൻ. ചുഞ്ചുജനായ സുദേവനു നന്ദനൻ അഞ്ചിതേനാം ഹരുകാക്യ മഹീപതിം. തൽപ്രതിവീശ തനയജൻ ബാഹുകൻ അപ്രതിവീശനു പുത്രൻ സഗരനും ചക്രവർത്തീന്ദ്രൻ സഗരമഹീപതിം. മുഷ്കരനായ അതിശക്തനായി മേവിനൻ. താലജങ്കന്മാരെ കൊന്നു രണാതിരെ കാലേ പരിഭവം തീർത്തു മേവിടിനൻ. അങ്ങനെയുള്ള സഗരമഹീപതി അങ്ങ് കുതൂഹലാൽ വേട്ടാനിരുവരെയും മംഗലാപങ്കിയാങ്കേശിനിയും പുനരംഗനാരത്നം സുമതിയും ഇങ്ങനെയും എന്നവരിൽ അസമഞ്ജസനെന്നവൻ നാരീമണിയായ കേശിനി നന്ദനൻ. പാരയിൽ 60,000 ബാലരെ താരാർകുഴലേ സുമതി പെറ്റിടിനാൾ. പുത്രരും ഭഗ്നിയും മിത്രസമ്പത്തിയും വിക്രമശക്തിയും വർദ്ധിച്ചു വർദ്ധിച്ച് ശത്രുക്കളെന്നിയേ നിത്യവും ഉത്തമ കൃത്യാൽ അശുദ്ധി ജാതി പ്രജാരക്ഷയും ശിക്ഷയും ചെയ്ത് രാജ്യത്തെയും നന്നായി രക്ഷിച്ച് നാനാ പ്രജകളാൽ പൂജ്യനായി തുഷ്ടനായി വാഴുന്ന നാളവനങ്ങുടൻ അശ്വമേധത്തിനായി കൊണ്ടൊരുമ്പെട്ടളവ് അശ്വമാകന്ത കട്ടിയിടിനാൻ ഇന്ദ്രനും. സദ്യ കുതിരയെ ആരാഞ്ഞു നിരന്തരം ഉത്സാഹം ഉൾക്കൊണ്ട് 60,000 പുത്രരും കൂടി നടന്ന് അവനീതലം അത്രൈവ കേവലം ഒക്കെ കുഴിച്ചുടൻ ചെന്നു പാതാളമുൾപ്പൊക്കു നോക്കും വിധവും മുന്നേ സമാധിസ്ഥനായിരുന്നീടിനം. ശ്രീ കപിലാചാര്യ സന്നിധിയിങ്കലങ്ങ് ആപൂരവേഗേന കെട്ടിക്കുതിരയും പോയാൻ അമരേന്ദ്രൻ എന്നതറിയാതെയും ഭൂയാസകരസുതൻ മാസവിദ്രുതൻ ചെന്ന് യോഗീന്ദ്രൻ ഉപദ്രവിച്ചിടിനാർ. അന്നേരമുണ്ടായ കോപാൽ മുനീന്ദ്രനും കണ്ണുമിഴിച്ചു തൃക്കൺ പാർത്തരുളിനൻ. പെണ്ണിറായി വീണു പോയാ നൃപപുത്രരും വൃത്താന്തമാഹന്ത കേട്ടു സകരനും. ചിത്തേ പരിതാപം ഉൾക്കൊണ്ടിരിക്കുമ്പോൾ പുത്രതനയനങ് അംശുമാൻ ചെന്നുടൻ എത്രയും ദിവ്യനായുള്ള കപിലനെ കണ്ട് തൊഴുതു സേവിച്ചു സന്തുഷ്ടനായിക്കൊണ്ട് കുതിരയും കൊണ്ടിങ്ങു പോന്നുടൻ മുത്തച്ഛനായിക്കൊണ്ടു നൽകിനാൻ ആദരാൽ. സത്രവും ശേഷമാകന്ത സാധിപ്പിച്ചാൻ എത്രയും നല്ല ഗുണമുള്ള പൗത്രനിങ്ങത്ര രാജ്യാഭിഷേകം ചെയ്തു ഭൂപരൻ. മുക്തനായ അംശുമാൻ വാണോരനന്തരം മുക്തി പിതൃക്കൾക്ക് സാധിപ്പതിന്നവൻ ഗംഗയെ സേവിച്ച് അനേക സംവത്സരം
സംഘവും ഒന്നിങ്കലെന്നിയേ സന്തതം നിന്നുകാലം കഴിച്ചാനവൻ തന്നെ നന്ദനേനായ ദിലീപൻ മഹീപതി ധർമ്മേണ രാജ്യവും രക്ഷിച്ചിരുന്ന നാൾ നിർമ്മലൻ ഗംഗയെ സേവിച്ചു പിന്നെയും തന്നെ കാലം കഴിച്ചാൻ ഭഗീരഥൻ അന്നവൻ ഗംഗയെ സേവിച്ചു സാധിച്ചാൻ ഏറ്റം തപോബലമോടു ഭഗീരഥൻ നീറ്റും പ്രപിതാമഹന്മാർക്കു സദ്ഗതി ചേർത്താൻ അവൻ മകനായി ശ്രുതൻ നാഭനും പാർത്ഥിവൻ സിന്ധുദീപൻ ദത്തനയനും സിന്ധുദീപിന് ഐതായ സുധാനവൻ സന്തതിയായത് ഇതൃപർണനാകുന്നു സന്തുഷ്ടനാം ഇതൃപർണൻ നളസകൻ സന്തതൻ സർവവിദ്യാലയം നീതിമാൻ തൽസുതൻ സർവകാമൻ മതയന്തിതൻ ചിത്തരമേണൻ സുദാസനവൻ മകൻ മിത്രസഹനവൻ തന്നെ പേര് അന്യമത്രേ ധരിക്ക കൽമഷാഘ്രിയായതും കൽമഷപാതേനവൻ ഗുരു ശാപത്താൽ നിർമ്മര്യാദേന രാക്ഷസധർമ്മവും കൈക്കൊണ്ട് സഞ്ചരിക്കുന്ന നാൾ വിപ്രനെ ഭക്ഷിക്കയാൽ വിപ്രനാരി ശാപത്തിനാൽ ആശുഭാര്യാരതി ചെയ്തു കൂടാകയാൽ ആചാര്യശാപമൊഴിഞ്ഞു തെളിഞ്ഞവൻ പാരമ്പരിതാപയുക്തനായി മീവുന്നാൻ നാരീമണിയിൽ വസിഷ്ഠനോ പുത്രനായും അസ്മകനാകിയ രാജപ്രവരനും അസ്മകനന്ദനുന്മൂലകനായവൻ മുന്നും പരശുരാമൻ നൃപന്മാരെ അങ്ങൊന്നൊഴിയാതെ ഒടുക്കിക്കളഞ്ഞ നാൾ നാരീകവേദനായി പാലിതേനാമവൻ പാരിലൊരു ജാതി ജീവിച്ചിരിക്കുന്നാൾ പുത്രനുമുണ്ടായി ഖഡ്വാങ്കനാനൃപൻ പൃഥ്വിയിലങ്ങു മുഹൂർത്തമാത്രീണതാൻ സഗതി പണ്ട് വരുത്തിനാനെന്നു ഞാൻ ത്വഗതി സിദ്ധ്യർത്ഥമായി പറഞ്ഞില്ലയോ അങ്ങനെയുള്ള ഖഡ്വാങ്ക മഹീപതിക്കങ്ങികാനന്ദനൻ ദീർഘബാഹൂനൃപൻ ദീർഘബാഹുസുതനായ ദിഖ്യാതിമൻ കേൾക്കാതെ ഉത്തമൻ ഭൂപതീന്ദ്രോത്തമൻ കീർത്തിമാനായ രഘുവീന ജന്മകൻ പാർത്ഥിവ ശ്രേഷ്ഠൻ ദശരഥൻ തസുതൻ.